അങ്ങനെ ഈ സീസണിലെ ഹോട്ടൽ ടാസ്ക് ഈ ആഴ്ച നടക്കാൻ പോവാണ്. രണ്ട് പഴയ എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ എനിക്കൊരു ചെറിയ ഒബ്ജക്ഷൻ ഉണ്ട്, ഞാൻ പറയാം. ലാസ്റ്റ് എൻഡിങ്ങിൽ നമുക്ക് പറയാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒനീലിന്റെയും ഒനീലിന്റെ ആ ഒരു വിഷയം സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുന്നത്, ഒനീലിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മിയെ കൊണ്ട് അപ്പോളജൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേര് ഇന്ന് എവിക്റ്റഡ് ആയിരിക്കുകയാണ്. അതായത് ഒട്ടും എക്സ്പെക്ട് ചെയ്ത പ്രവീണും എക്സ്പെക്റ്റഡ് ആയിട്ടും വീട്ടുകാരെ എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടും നമ്മുടെ മസ്താനിയും എവിക്റ്റഡ് ആയിരിക്കുകയാണ് ഇന്ന്. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ, ലാലേട്ടന്റെ എപ്പിസോഡിൽ നടന്നത്, നമുക്ക് റിവ്യൂ ചെയ്യാം, അതിനെപ്പറ്റി സംസാരിക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള എന്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബി റിവ്യൂവിനായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നടന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷെ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ലാലേട്ടൻ വന്ന ഉടനെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങള് ബാക്കി കാണിക്കാനുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ ഒന്നും കൂടെ കാണിക്കുകയാണ്. അതായത് ക്യാപ്റ്റൻസി ടാസ്ക്, പിന്നെ അതുപോലെ തന്നെ എവിക്ഷൻ നോമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കാതെ എന്റെ വീഡിയോ AV കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ഒനീലിന്റെ വിഷയം എടുക്കുകയാണ്. ഒനീലിന്റെ വിഷയം എടുത്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള വിചാരണ നടക്കുകയാണ്. ഇത് നടക്കുമ്പോൾ ഒനീലിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ ഒരു കറക്റ്റ് ക്ലിയർ പിക്ചർ എന്താണെന്ന് ലാലേട്ടൻ AV വഴി വീഡിയോ ഇട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് എന്താണ് സൂം ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവം നടന്നത്. പിടിക്കുന്നതും ഒനീൽ വീഴുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടുകാർക്കെല്ലാം ബോധ്യമായി, ലക്ഷ്മിക്ക് ബോധ്യമായി, മസ്താനിക്ക് ബോധ്യമായി. പക്ഷെ മസ്താനി ശരിക്കും അവിടെ എന്റെ വിശ്വാസം ഇപ്പോഴും മസ്താനി ഇവിടെ കളിച്ചത് തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു എന്താ സീൻ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് മസ്താനിയോട് നോക്കിയത്. ആൻഡ് അത് മസ്താനിക്ക് തന്നെ ഇപ്പൊ വെന്നയായിട്ടുണ്ട്. ആൻഡ് എനിവേ അങ്ങനെ വീഡിയോ കാണിക്കുന്നു. ലക്ഷ്മി അപ്പോളജൈസ് ചെയ്യുന്നു. ലക്ഷ്മി ഇതെല്ലാം തെറ്റ് പറഞ്ഞ് അപ്പോളജൈസ് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഷൗട്ട് ആവാൻ കാരണം എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആൻഡ് എനിവേ അങ്ങനെ ഒനീലിന്റെ നിരപരാധിത്വം തെളിഞ്ഞു. പക്ഷെ ഒനീലിൽ ഒരു സമാധാനം വരുന്നില്ല. എന്റെ വീട്ടുകാരെങ്ങനെ എടുക്കും, എന്റെ പാരന്റ്സ് അവർ ഏജ്ഡാണ്, എങ്ങനെ എടുക്കും എന്നൊക്കെ ഒരു സമാധാനം കിട്ടാത്തത്. ലാലേട്ടൻ എന്ത് ചെയ്യാണ്, ലാലേട്ടൻ ഫോൺ കോൾ കണക്ട് ചെയ്യാണ് ഒനീലിന്റെ വീട്ടിലേക്ക്. ഒനീലിന്റെ മമ്മി സംസാരിക്കുന്നുണ്ട്. ഒനീൽ ആദ്യം ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പിന്നെ ഒനീൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് ഒരു എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മമ്മിന്റെ ഡയലോഗ് എന്ന് പറയുമ്പോൾ അത് ഒനീലിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒനീലിനെയാണ് സംസാരിക്കുന്നത്. ഒനീൽ കളിക്കണം, നീ നന്നായിട്ട് കളിക്കണം, പ്രൗഡാണ്, നിങ്ങൾ എന്നെ പറ്റി പ്രൗഡായിട്ട് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ എന്നൊക്കെ ഒനീൽ മമ്മി സ്ട്രോങ് ആയിട്ട്, അത് എന്ത് ഒരു ആ ഒനീലിന്റെ മമ്മിയുടെ ആ വോയിസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പീച്ച് വരുമ്പോൾ ഇത്ര മെച്യൂർഡ് ആയിട്ട്, എത്ര പക്വതയോടെ എത്ര വിവരത്തോടും കൂടിയാണ് സംസാരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്ര സ്ട്രോങ് ആയിട്ടാണ് ഒനീലിനെ ബൂസ്റ്റപ്പ് ചെയ്തത്. സീരിയസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അത് ശരിക്കും ബാക്കിയുള്ളവരും കൂടെ കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒനീൽ ഇമോഷണൽ ആയെങ്കിലും ഒനീലൊരു ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒനീൽ സ്ട്രോങ് ആയിട്ട് ഇനിയും കളിക്കണം എന്നൊരു ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ആൾക്ക് ഹിന്റ് കൊടുത്തിട്ടുണ്ട്, അത് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്, പറയാം. ആൻഡ് എനിവേ ആ പ്രശ്നം അവിടെ കഴിയുന്നു. എന്നിട്ട് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു, ക്യാപ്റ്റൻസി അനാലിസിസ് ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് ഒരു പെഡസ്റ്റൽ ടേബിൾ ഉണ്ട്, ഒരു ബൗളുണ്ട്, കുറെ ചിട്ടും ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റൻസി അനാലിസിസ് ചെയ്യുകയാണ്. അങ്ങനെ നെവിനെ കൊടയാണ്. അതായത് ഈ കിച്ചൺ ക്ലീൻ ചെയ്യുന്നില്ല. ആ ക്ലീനിങ്ങിന്റെ മെയിൻലി എടുത്ത് പറഞ്ഞ ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ പേരിൽ അതിൽ നെവിനെ എടുത്തിട്ട് കുടയുന്നുണ്ട്. എന്തൊന്ന് ക്ലീൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നെവിനെ ഇട്ട് പറയുന്നുണ്ട്. ആൻഡ് എനിവേ അതിനുശേഷം എന്തോന്നാണ് വെസൽ ക്ലീനിങ്ങിനെ പറ്റിയിട്ടുള്ള സംസാരം. ആ ക്ലീനിങ് നേരെ വെസൽ ക്ലീനിങ്ങിനെ പറ്റി പോകുന്നു. അനീഷ് പറയുന്നുണ്ട്, വെസൽ ഞാൻ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ആരും ക്ലീൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആര്യൻ ഇപ്പോഴും ഒരു പക്വത ഇല്ലാത്ത പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് ആര്യൻ. സീരിയസ്ലി ഒരു പക്വതയില്ല, ഒരു മര്യാദയില്ല. എനിക്ക് പേഴ്സണലി ആര്യൻ ഒരു വിരോധം തോന്നുന്നു. കാരണം ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആര്യൻ, ഒരു പക്വതയില്ലാതെ. ആരുടെ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുക, അതും ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതും അയാളെ എയിം ചെയ്ത് അത് ശരിയായുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ആൻഡ് എനിവേ
അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ലോട്ട്സ് എടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് വന്ന ലോട്ട് എന്ന് പറയുന്നത് ചെറിയ പാത്രം വലിയ പാത്രം 10 കപ്പുകൾ. ഇത് മറ്റേ ബിന്നി ഗീസയിൽ അടിയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ടോക്ക്, ആ കോൺഫ്ലിക്റ്റിനെ പറ്റി ടോക്ക് നടക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ആലോ പെറാത്ത, ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ആലോ പെറാത്ത എടുക്കുന്നുണ്ട്. പിന്നെ ഫേവറിറ്റിസം ഉണ്ടെന്ന് തന്നെ ജിസയിൽ അവിടെ പറയാണ്. ഫേവറിറ്റിസം എനിക്ക് കുറച്ച് പേരെടുത്ത് ഫേവറിറ്റ്സ് ആണ് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ജിസയിൽ ഉറപ്പിച്ച് പറയാണ്. അക്ബറിനൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് തന്നിട്ട് ഇങ്ങനെ പറയുന്നത്, അതായത് ക്യാപ്റ്റൻസി ഈ ജയിൽ നോമിനേഷൻ അക്ബറും ജിസയിൽ അക്ബറിനോട് പൊട്ടിത്തെറിക്കുന്ന സീനൊക്കെ അതൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം തക്കാളി വേഴ്സസ് ക്യാരറ്റ്, അവിടെയാണ് നമ്മൾ പ്രമോയില് കണ്ട കാര്യം നടക്കുന്നത്. അതായത് തക്കാളി വേഴ്സസ് ക്യാരറ്റ് എന്ന് ആദ്യം എടുത്തതിന് ശേഷം ഈ ആര്യൻ മസ്താനി കൂടെ അനുമോളെ തള്ളിയതൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചങ്ങ് വിട്ടതേ ഉള്ളൂ. അതിങ്ങനെ തള്ളി എന്താണ് എന്തൊരു തള്ളാണ് മസ്താനി എന്നാണ് പറയുന്നത്. ശരിക്കും മസ്താനി അല്ലല്ലോ മസ്താനി കുറ്റക്കാരിയാണ്, പക്ഷെ യഥാർത്ഥ പ്രതി ആര്യനല്ലേ. ആര്യൻ എന്തുകൊണ്ട് അത് ഒന്ന് ചോദിക്കുന്നില്ല? കാരണം ആര്യനാണ് മസ്താനി വിളിച്ച് തള്ളാൻ പറഞ്ഞത്. മസ്താനി അടിച്ച് പോയത് മസ്താനിയുടെ തെച്ചു, പക്ഷെ ആര്യനാണ് ഇവിടെ മെയിൻ പ്രതി ആര്യനാണ്, മുഖ്യ പ്രതി ആര്യനാണ്. പിന്നെ അതും പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം സാബുമാനെ എടുക്കുകയാണ്, സാബുമാനെ വിളിക്കുകയാണ്. സാബുമാനെ വിളിച്ചിട്ട് സാബുമാന് ഇതിലും ഓപ്പൺ ആയിട്ട് ഒരു ഹിഞ്ച് കൊടുക്കാനില്ല. സീരിയസ്ലി സാബുമാൻ ഇനി എന്ത് ഹിഞ്ചാണ് കൊടുക്കേണ്ടത്? സാബുമാൻ ഞാനിവിടെ തുറന്നു പറയുന്നു, മോനെ എല്ലാവരെയും നോക്കി പഠിച്ചു കഴിഞ്ഞോ മോനെ, പഠിച്ചു കഴിഞ്ഞു, ഇവിടെ ഒരാളെ ഇപ്പൊ കച്ചെന്ന് വിളിച്ചല്ലോ, അപ്പം ഇങ്ങനെ അത് ലാലേട്ടാ അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സാബുമാനെ അവിടെ നടക്കുന്നു. സാബുമാന് കളിക്കണം എന്നില്ല, സാബുമാനെ ഗെയിം കളിക്കണം എന്നില്ല. സാബുമാൻ ജസ്റ്റ് വന്നു ഒരു സെലിബ്രിറ്റി മോഡ് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് വന്നു ചായ ഇറങ്ങിപ്പോവും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. സാബുമാൻ ഇനി ഗെയിം കളിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു പേഴ്സണൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാബുമാനെ നിപ്പ് കണ്ടപ്പോ എനിക്ക് തമിഴ് സീസൺ 8 റാണവിന് ഓർമ്മ. റാണവ് ഫസ്റ്റ് വീക്ക് സൈലന്റ് ആയിരുന്നു. എല്ലാവരും ഇവിടെ റാണവിന്റെ മെക്കിട്ട് കയറുന്നു. റാണവ് സൈലന്റ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് വീക്ക് ആ സ്കൂൾ ടാസ്ക് തുടങ്ങിയതിൽ റാണവ് സടകൂടന്ന് എനിക്ക് റാണവിന്റെ നല്ല ഗെയിമായിരുന്നു. റാണവിന്റെ പക്ഷെ റാണവ് എവിക്റ്റ് ആയിപ്പോയി. പിന്നെ സൈലന്റ് ആയിപ്പോണ്ട് റാണവ് എവിക്റ്റ് ആയിപ്പോയി. ഇനി അതുപോലെ ആയിരിക്കും സാബുമാൻ. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം സാബുമാൻ ഇനി ഗെയിം കളിക്കും. ഒരു ടോക്ക് ചെയ്ത് നിൽക്കാൻ, സംസാരിച്ച് നിൽക്കാൻ പറ്റിയ ഒരാളല്ല സാബുമാൻ എന്ന് ഫീൽ ചെയ്യുന്നു. സാബുമാന് വരിക, ബോഡി ഷോ കാണിക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക, വോട്ട് കിട്ടുക. ഇതാണ് സാബുമാന്റെ ഒരു നയം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതില് ഇനി എന്ത് ഹിഞ്ചാണ് കൊടുക്കാനുള്ളത് സാബുമാന്? ഗിമോനെ ഈ സമയം കഴിഞ്ഞ് ഇനിയെങ്കിലും ഗെയിം കളിക്കും. എനിക്ക് തോന്നുന്നു സാബുമാനായിരിക്കും മൂന്ന് നിമിഷം ഉണ്ടാകും സാബുമാനായിരിക്കും പോകേണ്ടി വരുന്നത്. സീരിയസ്ലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അനുമോളെ പറ്റി ഹിപ്പോക്രാറ്റ് എന്ന് വിളിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അതിനൊക്കെ സാബുമാൻ നന്നായിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അനുമോളെ ചോദ്യത്തിന് മുമ്പ് സാബുമാൻ ഒരു മറുപടി ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ലാസ്റ്റ് എടുക്കുന്ന കുക്കീസ് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അവിടെ ക്യാപ്റ്റനും പ്രതിയാണ് എന്ന് പറയുന്നുണ്ട്. ഹൗസ് ക്യാപ്റ്റൻ പ്രതിയാണ്. എന്നിട്ട് കിച്ചൺ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കുന്നു. കിച്ചൺ ക്യാപ്റ്റൻസി അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത്, ഇയാൾ അവിടെ നിൽക്കുമ്പോൾ ഇനി ഞാൻ എവിടെ പോയിട്ട് ക്യാരറ്റ് എടുക്കും, ഇതെടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇങ്ങനെ എടുക്കും എന്ന് പറഞ്ഞു ലാലേട്ട. കാരണം ഇനി ഈ ആഴ്ച കിട്ടുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി കളിക്കും എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ കളിക്കേണ്ട എന്ന് പ്രേക്ഷകരെ പറഞ്ഞു. പ്രവീൺ എവിക്റ്റഡ് ആണെന്നുള്ള ക്യൂ കാർഡ് കാണിക്കുകയാണ്. ക്യൂ കാർഡ് അവിടെ ഉള്ള നമ്മൾ ആരും കണ്ടിട്ടില്ല. ക്യൂ കാർഡ് എടുത്ത് ലാലേട്ട കാണിക്കുകയാണ്. ഞെട്ടിപ്പോയി, വീട്ടുകാരെല്ലാം ഞെട്ടിപ്പോയി. എല്ലാവരും ഇമോഷണൽ ആവുന്നുണ്ട്. എല്ലാവരുടെയും യാത്ര പ്രവീൺ പോകുമ്പോൾ അനുമോളെ മൈൻഡ് ചെയ്തില്ല. പിന്നെ അനുമോൾ പുറകെ പോയി വിളിച്ചിട്ടാണ് അനുമോൾക്ക് ഷെയ്ക്കാൻ കൊടുത്തത്. കാരണം അവർ രണ്ട് നല്ല കൂട്ടായിരുന്നു, നല്ല ഇടയ്ക്ക് അടിച്ച് വീയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, പ്രവീൺ എവിക്റ്റഡ് ആയി. പക്ഷെ പ്രവീൺ പുറത്തു വന്നിട്ട് പറയുന്നുണ്ട്, കുറെ പേര് അവിടെ ബീൻ ബാഗിൽ വെറുതെ ഇരിപ്പുണ്ട്, അവരെ കാണാതെ എന്തിനാണ് എന്നെ എവിക്റ്റ് ചെയ്ത് വിട്ടത് എന്ന് പ്രവീൺ ചോദിക്കുന്നുണ്ട്. റെലവന്റ് ആയിട്ടുള്ള ചോദ്യം. ബീൻ ബാഗ് അത് എനിക്ക് തോന്നുന്നത് സാബുമാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്ന് തോന്നുന്നു. സാബുമാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്നുള്ളൂ. കാരണം ഇത്ര റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് എവിക്റ്റ് ചെയ്ത് വിട്ടു? അങ്ങനെ പ്രവീൺ എവിക്റ്റ് ചെയ്ത് വിടേണ്ട കാര്യമില്ല. അതിനേക്കാൾ സാബുമാൻ ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. പ്രവീൺ ഇപ്പൊ പോവേണ്ട ആളായിരുന്നില്ല. പ്രവീൺ വലിയ ഗെയിം ഒന്നും അല്ല, പക്ഷെ എത്രയെങ്കിലും ഒരു ആക്റ്റീവായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒത്തിരി ആക്റ്റീവായിരുന്നു. പക്ഷെ പ്രവീണിന് ഒരു എവിക്റ്റ് ആവേണ്ട ആളല്ലെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇത്രയും ഈ ആര്യനും നമ്മുടെ ഈ പേരെന്താ, നമ്മുടെ സാബുമാൻ, പ്രത്യേകിച്ച് സാബുമാനൊക്കെ അവിടെ നിൽക്കുമ്പം എന്തിനു പോകുന്നു?
അത് മാത്രമല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം, മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, വന്ന് രണ്ടാമത്തെ ആഴ്ച തന്നെ 2 വൈൽഡ് കാർഡ്സ് ഇറങ്ങി പോവാണ്. കഴിഞ്ഞ സീസണിൽ പോലും നടന്നിട്ടില്ല. കഴിഞ്ഞ സീസണിൽ വന്ന ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചക്ക് ഒരു എവിക്ഷൻ ആയിട്ട് നടന്നിട്ടില്ല, വാക്കൗട്ട് ആണ് നടന്നത്. 2 വാക്കൗട്ട് ആണ് നടന്നത്. ഒന്ന് പൂജയുടെ വാക്കൗട്ട്, 2 എന്ന് പറയുന്നത് നമ്മുടെ ആരുടെ വാക്കൗട്ട്, നമ്മുടെ സിബിന്റെ വാക്കൗട്ട്. ഇവര് ഈ 2 വാക്കൗട്ട് ആണ് നടന്നത്. സിബിൻ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് സിബിൻ ഇറങ്ങിപ്പോയതാണ്. പൂജ ഫിസിക്കലി ഹെൽത്ത് വൈസ് വീക്ക് ആയതുകൊണ്ടാണ് പൂജ വാക്കൗട്ട് ആയത്. ഇവർ രണ്ടുപേരും വാക്കൗട്ട് ആയത് ഈ ഒരു ഇതിന്റെ ബേസിലാണ്. അല്ലാതെ ഒരു എവിക്ഷൻ നടന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ആഴ്ച എന്തോ അഭിഷേക് ജയദീപ് എവിക്റ്റ് ആയി. അല്ലാതെ ഇത്ര ഒരു നാളം കേട്ട ഒരു വൈൽഡ് കാർഡ് എവിക്ഷൻ ഇത് വളരെ മോശമാണ്. കാരണം അത് വൈൽഡ് കാർഡ്സിന്റെ സെലക്ഷനെ തന്നെ ചോദ്യത്തിലേക്ക് വരാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്ര ഈ ഒരു സീസണിലെ വൈൽഡ് കാർഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു വൈൽഡ് കാർഡ്സ് ആണ്. പക്ഷെ എങ്ങനെ അതിൽ ഇപ്പൊ 2 പേര് 5 പേര് കയറിയതിൽ 2 പേരെ പ്രേക്ഷകരെ പുറത്താക്കിയിരിക്കുകയാണ്. പ്രേക്ഷകരെ അവർ സ്വയമേ വാക്കൗട്ട് ചെയ്തില്ല, പ്രേക്ഷകരെ പുറത്താക്കിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അങ്ങനെ പുറത്താക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ വൈൽഡ് കാർഡ്സ് മോശം എന്ന് തന്നെയാണ് അഭിപ്രായം. ഇനി 3 പേരേ ഉള്ളൂ. അതിൽ ഒരാൾ എന്തായാലും കളിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച വിക്റ്റായി പോകും എനിക്ക് തോന്നുന്നുണ്ട്. നോമിനേഷനിൽ വന്ന് അടുത്ത ആഴ്ച വിക്റ്റായി പോയ ആളാണ് സാവുമാൻ. കളിച്ചില്ലെങ്കിൽ കളിച്ചാൽ കൊള്ളാം. പിന്നെ ലക്ഷ്മിയും ജിഷിനും ഉണ്ട്. ലക്ഷ്മിന്റെ എങ്ങനെ ഗെയിം കളിക്കുന്നു കാണേണ്ടതാണ്. ജിഷിൻ്റെതും നമുക്ക് നോക്കാം. ജിഷിൻ എന്തായാലും ഹോട്ടൽ ടാസ്ക് ഇല്ല, അപ്പം ജിഷിന് ഒരുമാതിരി അഭിനയമായിരിക്കും. എന്തായാലും ആക്റ്റീവ് ആയിട്ട് നൂറയുടെ ടാസ്കിൽ കളിച്ച പോലെ, നൂതില ടാസ്കിൽ കളിച്ച പോലെ ജിഷിന് അഭിനയമായിരിക്കും. അങ്ങനെയായിരിക്കും ഇനി പോകുന്നത്. എനിവേ പ്രവീൺ എവിക്റ്റഡ് ആയിട്ട് പോവുകയാണ്, പക്ഷെ വീട്ടുകാരെ കാണിക്കുന്നില്ല. അതിനുശേഷം എവിക്ഷൻ പ്രോസസ് നടക്കാണ്. ആദ്യം ഒരു ടാസ്ക് കൊടുക്കുകയാണ്. എവിക്ഷനിൽ ഉണ്ടായിരുന്നവർ ഇപ്പുറത്തെ സൈഡിൽ നിർത്തി, ഇത് എവിക്ഷൻ ഇല്ലാത്തവർ ഇപ്പുറത്തെ സൈഡിൽ നിർത്തി. ഇതിൽ ബിന്നിയും അക്ബറും ഒഴിച്ച്, ഇന്നലെ സേവ്ഡ് ആയ ബിന്നിയും അക്ബറും ഒഴിച്ച് ബാക്കിയുള്ളവരെ പറ്റി ഇവിടെ നിൽക്കണം എന്നുള്ളവർക്ക് ഇഞ്ചു സ്റ്റിക്കർ, ഇവിടെ നിൽക്കണ്ട എന്നുള്ളവർക്ക് ഇഞ്ചു സ്റ്റിക്കർ നെറ്റിയിൽ ഒട്ടിക്കണം. ഇവിടെ നിൽക്കണം എന്നുള്ളവർക്ക് ടിക്കിന്റെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം. അങ്ങനെ ഒട്ടിക്കുക. അങ്ങനെ ഒനിയിൽ ഒട്ടിക്കുന്നത് ഇഞ്ചു സ്റ്റിക്കർ ലക്ഷ്മിക്കും ടിക്കിന്റെ സ്റ്റിക്കർ അബിക്കുമാണ്. പിന്നെ നൂറ, ലക്ഷ്മിക്ക് ഇഞ്ചു, ആദിലയ്ക്ക് ടിക്ക്. സ്വാഭാവികം ആദിലയ്ക്ക് കൊടുക്കുള്ളൂ. ഇവിടെ ഷാനവാസ് വന്നിട്ട് സെയിം ആണ്. ലക്ഷ്മിക്ക് ഇഞ്ചുവും ആദിലയ്ക്ക് ടിക്കുമാണ് കൊടുക്കുന്നത്. ജിഷിൻ വന്നിട്ട് റെനയ്ക്ക് ഇഞ്ചു കൊടുക്കുന്നു. പോട്ടെ, റെനയ്ക്ക് ഈ എയിം ചെയ്ത് വച്ചിരിക്കുന്ന ജിഷിന്റെ എയിം ആയിരുന്നു. പക്ഷെ ഈ ആര്യൻ എന്തിനാണ്ട് ടിക്ക് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആര്യന് എന്തർത്ഥത്തിലാണ് ഇവിടെ നിൽക്കാൻ യോഗ്യനാണ്? കഴിഞ്ഞ സീസണില് പൊതപ്പ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടവരിൽ 2 പേരിൽ ഒരാളാണ് ജിഷിൻ. പൊതപ്പ് ഞാൻ കണ്ടു, പൊതപ്പ് എന്ന് എടുത്തിട്ടതിൽ ഒരാളാണ് ഈ ജിഷിൻ എന്ന് പറയുന്നത്. എന്നിട്ട് ടിക്ക് മാർക്ക് ഒട്ടിച്ചിട്ട് പറയാണ് ഞാൻ ഇവിടെ ജിഷിൻ ഇവിടെ ആര്യൻ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ആര്യൻ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് ജിഷിൻ പറയാണ്. എന്ത് വിരോധാഭാസമാണ് എനിക്ക് ഫീൽ ചെയ്യും. കാരണം അത് ഇനി ജിഷിന്റെ ഗെയിം ആണോന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇങ്ങനെ എന്തും അത് ലാലേട്ടനെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാലേട്ടന്റെ ഡയലോഗ് ഉണ്ട്, ഞാൻ പറയാം. ഇതിനു ശേഷം ജിസയിൽ വന്നിട്ട് നമ്മുടെ മസ്താനിക്ക് ഇഞ്ചു മാർക്ക് ചെയ്ത്, മസ്താനിയുടെ പോയിന്റ് ജിസയിൽ പറഞ്ഞത് കറക്റ്റ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആര്യന് ടിക്ക് മാർക്ക് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ആര്യന് ടിക്ക് മാർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് ലാലേട്ടൻ പറയാണ് ഞങ്ങൾക്കും ഇത് കണ്ടിട്ട് ഞങ്ങൾക്കും പലത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ആര്യനെ ഉദ്ദേശിച്ച് ആര്യൻ ഇങ്ങനെ എന്താ സ്വപ്ന ലോകത്ത് ഇരിക്കുമ്പം ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ജിഷിൻ ഇത് ഒട്ടിച്ചത്. അപ്പൊ ലാലേട്ടൻ പറയാണ് ഞങ്ങൾക്കും പലത് വിശ്വസിക്കാൻ പറ്റും, ഞങ്ങൾക്കും പലത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ലാലേട്ടൻ വരെ പറയാണ്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതൊരു ഹിഞ്ചാണ്. ആര്യന് നിക്കണം എന്ന് പറഞ്ഞ ആര്യന് സ്റ്റിക്കർ ഒട്ടിച്ചത് എന്തിനാണെന്ന് ലാലേട്ടൻ വരെ ചോദിക്കുകയാണ്. ലാലേട്ടൻ വരെ സ്വയമേ ചോദിക്കുകയാണ് ഞങ്ങൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മെയിൻലി ജിഷിൻ ഒട്ടിച്ചാണ്. എനിക്കറിഞ്ഞൂടെ ജിഷിൻ എന്തർത്ഥത്തിലാണ് ഒട്ടിച്ചതെന്ന്. നോക്കാം എന്തായിരിക്കും. അങ്ങനെ എന്തോന്നാണ് നമ്മുടെ ആര്യനോട് ലാലേട്ടൻ പറയാണ്. ഇത് മാത്രമല്ല, ലക്ഷ്മിയുടെ ഇത് എടുക്കുമ്പം തന്നെ ലക്ഷ്മിയോട് കാര്യം ചോദിക്കുമ്പം ഒനീല് പറയാണ് പുരുഷന്മാരോടെല്ലാം മാപ്പ് പറയണം എന്ന്. ഇതുപോലെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ട് ഒരുപാട് പേര് ഡിപ്രസ്ഡ് ആവും, ഒരുപാട് പുരുഷന്മാർ ഡിപ്രസ്ഡ് ആവുന്നത്. പുരുഷന്മാരോട് ലക്ഷ്മി മാപ്പ് പറയണം. ലക്ഷ്മി മാപ്പ് പറയാണ്.
നല്ല ക്വാളിറ്റിയാണ്, തെറ്ററിഞ്ഞ് മാർക്ക് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ്. എന്നിട്ട് ലക്ഷ്മി ഒനിയിലും ഇതിന് ലാലയുടെ പോയിന്റ് വെച്ച് സംസാരിക്കുന്നുണ്ട്, അതിലോട്ട് വരാം. അങ്ങനെ മസ്താനി എവിക്റ്റഡ് ആണെന്ന് ക്യൂ കാർഡ് കാണിച്ചിട്ട് ഒക്കെയാണ്. ഇനിയാണ് ആട്ടം, ആടുപുലി ആട്ടം. അതെ, അവിടെ വന്നിട്ട് മസ്താനി ആട് യാത്ര പറയുന്നില്ല. മസ്താനി എന്ത് ചെയ്തു, നെവിനോട് പ്ലേവെൽ, ലക്ഷ്മിയോട് പ്ലേവെൽ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ആരും തൊട്ട് പുറകെ പോയിട്ട് മസ്താനി പോയേ എന്നും പറഞ്ഞിട്ട് പഞ്ചാബി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, എന്താണ് ബംഗാര ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. എന്നിട്ട് ജിസേൽ ഓടി വന്നിട്ട് മറ്റേ പുലിയുടെ ആ ഒരു മാസ്ക് ഇല്ലേ അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിട്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. ഡാൻസ് ഒക്കെ കളിച്ച് ഓടിച്ചിരുന്നത്. പക്ഷെ വലുതായിട്ട് മോക്ക് ചെയ്തില്ല, ട്രിഗർ ചെയ്തില്ല മസ്താനെ. ആൻഡ് അതിനുശേഷം അവര് പോയി മസ്താനി പോയതിനു ശേഷം നമ്മുടെ അക്ബറും റെന, ബിന്നി, ആരി ഇവരൊക്കെ പറഞ്ഞ് അപ്പാനി ദിസ് ഇസ് ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഈ അക്ബർ ഗ്യാങ് എല്ലാം, ബുള്ളി ഗ്യാങ് അപ്പൊ ഒന്നായി കേട്ടോ. എന്നിട്ട് നമ്മുടെ മസ്താനി വരുന്നുണ്ട്. മസ്താനിയുടെ തെറ്റുകളൊക്കെ മസ്താനി ഓൾറെഡി പ്രൂവ്ഡ് ആയിരുന്നു, അറിയാമായിരുന്നു. മസ്താനി എവിക്റ്റാവുന്ന മസ്താനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. മസ്താനിക്ക് അതിശയമൊന്നുമില്ല. മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അടുത്ത ആഴ്ച വിളിച്ചാലേ എനിക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ മസ്താനി പോയത്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ അതവിടെ കഴിഞ്ഞു. മസ്താനി എവിക്റ്റ് ആയിപ്പോയി. മസ്താനി ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കും എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ മസ്താനി തന്നെയാണ് മസ്താനിയുടെ കല ഉടച്ചത്, മസ്താനിയുടെ അവസരം നഷ്ടപ്പെടുത്തിയത്. കാരണം മസ്താനി ഈ ഒരു ആഴ്ചയിൽ എല്ലാരും കൂടെ എയിം ചെയ്ത്, പക്ഷെ ഇതൊരു ഗെയിമാണ്. കാരണം ആരും മസ്താനി ട്രിഗർ ചെയ്തില്ല. മസ്താനിക്കെതിരെ ആരും അവിടെ ഗെയിം കളിച്ചില്ല. അക്ബർ ആണെങ്കിൽ മസ്താനിയെ കൂടെ കൂട്ടി. അക്ബർ ആണെങ്കിൽ മസ്താനിയെ അവരുടെ ഗ്യാങ്ങിലോട്ട് കൂട്ടി. ആരും മസ്താനി തൊടാൻ പോയില്ല. മസ്താനി തൊടാതെ ഇറക്കി വിടുക, അതൊരു നല്ലൊരു ഗെയിം പ്ലാൻ ആയിരുന്നു കേട്ടോ. ആൻഡ് എനിവേ ഇതിന് ശേഷം നമ്മുടെ അങ്ങനെ മസ്താനി ഇതിലോട്ട് വരികയാണ്, സ്റ്റേജിലേക്ക് വരികയാണ്, ലാലേട്ടൻ സംസാരിക്കുകയാണ്. അങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു. മസ്താനി അങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഇതിനുശേഷം ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്നിട്ട് ലക്ഷ്മി വിളിച്ച് എന്ത് തോന്നുന്നു എന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ പ്രവീണിന്റെ ഒട്ടും എക്സ്പെക്ട് അല്ല, മസ്താനി എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് കളിക്കുക, ഗെയിമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒഴിവാക്കുക, രസകരമായിട്ടുള്ള ഗെയിമാണ് വരുന്നതൊക്കെ. ഷാനവാസിന്റെ മുഖമൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയാണ് അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഹോട്ടലായി മാറുകയാണ്, ഹോട്ടൽ ടാസ്ക് ആണ് ലാലേട്ടൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങി പോകുന്ന ലാലേട്ടൻ ഈ ആഴ്ച സൈനിങ് ഓഫ് ചെയ്ത് പോവുകയാണ്. ഇതിനുശേഷം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ അവിടെ മസ്താനിയുടെ എവിക്ഷനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് ഒനിയിലും ലക്ഷ്മിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അവിടെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ച് പറഞ്ഞു തീർക്കുന്നുണ്ട്. നല്ല കാര്യം അതവിടെ തീർന്നു. ആൻഡ് പിന്നീട് അനുമോള്, റെന, ആദിന, ഇവരൊക്കെ തമ്മിൽ മസ്താനി വെച്ചിട്ട് പോയിട്ട് ഈ ആദ്യം കാണിച്ച ബിഹേവിയറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് വലുതായിട്ട് സംസാരിക്കുന്നില്ല. എന്നിട്ട് ആരും പുറത്തിരുന്ന് പറയാണ് ഈ അനുമോൾ എന്നെ പറ്റി കുറ്റം പറയാടാ. അനുമോളെ വിട്ട് ഗെയിം കളിക്കാൻ നോക്ക്. അനുമോളെയും ജിസയിലിനെയും വിട്ട് ഗെയിം കളിക്കുന്നതായിരിക്കും ആര്യന് നല്ലതെന്ന് എനിക്ക് പറയാനേ പറ്റുള്ളൂ. കാരണം ആര്യൻ ഒരു മണ്ടനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ ഉള്ളൊരു പറഞ്ഞൊരു കാര്യമില്ല. അങ്ങനെ പിന്നീട് റെനയ്ക്കും ഒനിയിലും നമ്മുടെ ജിഷിനും മറ്റേ പിഗ്ഗി ബാങ്കിൽ ഗോൾഡ് കോയിൻ റീഗൽ ജുവലേഴ്സിന്റെ വകയായിട്ട് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പിന്നീട് അവിടെ ലൈറ്റ്സ് ഓഫ് ആയതിനു ശേഷം നെവിനാണെങ്കിൽ ഫസ്റ്റ് ജിസയിലെ ആര്യന്റെ ബെഡിൽ കയറി ആര്യന്റെ സ്പേസിൽ കയറി കിടക്കുന്നു. അങ്ങനെ നെവിനോട് ചവിട്ട് കൊടുത്തിട്ട് നെവിനോട് എണീച്ച് പോകാൻ പറഞ്ഞത്. എന്നിട്ട് ആര്യം പോയിട്ട് നെവിന്റെ ബെഡിൽ കയറി കിടക്കുകയാണ്. എന്നിട്ട് നെവിൻ നേരെ അനുമോളുടെ ബെഡിൽ കയറി കിടന്നു. പിന്നീട് നെവിൻ അവിടെ നിന്ന് എഴുന്നേച്ച് പോയി. അപ്പം പിന്നല്ല, ഇതിനു ശേഷം നെവിൻ എഴുന്നേച്ച് പോയി. ഇപ്പൊ റെന കിടന്നപ്പോ റെനയെ കയറി പിടിക്കേ എന്തോ ആര്യം ചെയ്തു എന്ന് വെച്ചാൽ കയറി പിടിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു സീരീസിൽ വന്നു. അത് റെനയ്ക്ക് ഇൻസൾട്ടായി. റെന അത് ബിന്നിയോട് പറഞ്ഞു. അതാണ് റെനയും ബിന്നി തമ്മിൽ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ലിയർ ആയില്ല. അതാണെന്നാണ് എന്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ ഞാൻ നാളെ തിരുത്താം. അപ്പം അത് തമ്മിൽ അവർ സംസാരിക്കുന്നുണ്ട്. റെനയും ബിന്നിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ എടുത്ത് വരെ പറയുന്നുണ്ട്. റെനയ്ക്കും ബിന്നിക്കും ഇപ്പൊ മനസ്സിലായി അനുമോള് ജിസൈലിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങളിൽ സത്യമുണ്ട്, അതായത് ഫേവറിസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് റെനയ്ക്കും ബിന്നിക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ റെന കൂടുതലായിട്ട് അനുമോളോട് അടുക്കുന്നുണ്ട്. നാളെ അടിച്ച് പിരിയോന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ കുറച്ച് അടുക്കുന്നുണ്ട്. ബിന്നി വലിയ മൈൻഡില്ല, പക്ഷെ റെന ഇത്തിരി ഒന്ന് അനുമോളോട് ഇത്തിരി സംസാരിച്ച് അടുക്കുന്നുണ്ട്. ഈ അനുമോളെ പിണക്കാനും കൊള്ളില്ല, ഇണക്കാനും കൊള്ളില്ല, അങ്ങനെ ഒരു ഫീലാണ് എനിക്കുള്ളത് കേട്ടോ.
ഹാൻഡ് അങ്ങനെ അനിമോള് അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കരയുന്നു, എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് പ്രവീൺ ഒരാഴ്ചയും കൂടെ നിന്ന് നന്നായിട്ട് ഗെയിം കളിക്കാനുള്ളതായിരുന്നു എന്ന് ഫീൽ ചെയ്തു. പ്രവീണിന്റെ വിഷനിൽ മസ്താനി പോവേണ്ടതായിരുന്നു. പക്ഷെ പ്രവീണിനേക്കാൾ കൂടുതൽ അർഹതയുള്ളവര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എന്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇൻ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ശോഭ വിശ്വനാഥും അതുപോലെ തന്നെ നമ്മുടെ ഷിയാസ് കരീം, സീസൺ 1 ഷിയാസ് കരീം, അനിമോളിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവര് വരുന്നതാണ്. ഇപ്പം ഷിയാസ് കരീമിന്റെ വീഡിയോ ഒക്കെ വരലാണ്, കാരണം അനിമോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ വീഡിയോ ഒക്കെ വരലാണ്. അപ്പൊ ഇവര് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ഒരു കൺസെപ്റ്റിനോട് ഇഷ്ടമല്ല. കാരണം സീസൺ 4 ഉണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് PB ഹോട്ടൽ ടാസ്ക് വേണമെന്നാണ് എന്റെ അഭിപ്രായം. സോറി ആ ഒരു ടൈപ്പ് BB ഹോട്ടൽ ടാസ്ക് വേണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവര് തന്നെ ഗസ്റ്റ് ആയിട്ട് മാറിയിട്ട് അവര് തന്നെ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ്, ഈ സർക്കസ് കണ്ടില്ല അവരെന്ത് ഫണ്ണി ആയിട്ടാ ചെയ്തത്, അതുപോലെ ക്രിയേറ്റ് ചെയ്ത് അവര് തന്നെ ഗെയിം കളിക്കട്ടെ. എന്തിനാണ് ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞ് ഈ ചലഞ്ചേഴ്സിനെ വെറുതെ കൊണ്ടുവരുന്നത്? എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവര് തമ്മിൽ അടിയാവേ ഉള്ളൂ. സീസൺ 5 സീസൺ 6 ഇത് ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യമാണ്. സീസൺ 6 ഫിസിക്കൽ അസോൾട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് വെറും ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യം. എന്തിനാണ് ഈ ചലഞ്ചേഴ്സ് ആയിട്ട് ഹോട്ടൽ ടാസ്കിൽ ഈ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരുന്നത്? അവര് തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് മാറട്ടെ. അവര് തന്നെ ഗസ്റ്റ് ആയിട്ട് മാറിയിട്ട് അത് നല്ല എന്റർടൈൻഡ് ആയിട്ട് പോവാ ടാസ്ക്. എന്തിനാണ് ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഹോട്ടൽ ടാസ്കിൽ പുറത്തുനിന്നുള്ള ഗസ്റ്റ് വന്നിട്ട് ഇവര് തമ്മിൽ ഈഗോസ് ഉണ്ടാവും. പേഴ്സണലി നല്ല ഈഗോസ് ഉണ്ടാവും. സീസൺ 4 ഈ റോബിനും ജാസ്മിനും തമ്മിൽ എന്ത് ഫൈറ്റ് ആയിരുന്നു. റോബിനും ജാസ്മിനും തമ്മിൽ നല്ല ഫൈറ്റ് ആയിരുന്നു. എന്നിട്ട് അവർ എന്ത് നന്നായിട്ടാണ് ആ ടാസ്ക് ചെയ്തത്, എത്ര എന്റർടൈൻഡ് ആയിട്ടാണ് ആ ഹോട്ടൽ ടാസ്ക് ചെയ്തത്, എന്ത് മനോഹരമായിട്ടാണ് ചെയ്തത്. അപ്പൊ ഇവര് തന്നെ ഗസ്റ്റ് ആയിട്ട് വന്ന് ആ വീട്ടിലുള്ളവർ തന്നെ ഗസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന എനിക്ക് കുറച്ചുകൂടി നന്നായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് പുറത്തുനിന്നുള്ള ടാസ്ക് ആണ്. അല്ലെങ്കിൽ ഇവരെല്ലാം മറന്ന് ഒരുമിച്ച് നിന്ന് ഗെയിം നല്ല എന്റർടൈൻഡ് ആക്കണം. അങ്ങനെ ടാസ്ക് ചെയ്യണം. അങ്ങനെ ടാസ്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചെയ്താൽ കൊള്ളാം, കുറച്ചുകൂടെ എന്റർടൈൻഡ് ആവും, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് ഈഗോയും തമ്മിൽ കുതികാലുവെട്ടിലും അടിയാവുകയാണെങ്കിൽ ആ ടാസ്ക് ഫ്ലോപ്പ് ആവും. എനിവേ, നമുക്ക് നോക്കാം അടുത്ത ആഴ്ച ഹോട്ടൽ ടാസ്ക് ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നാളെ തിങ്കളാഴ്ച ഡയറക്റ്റ് നോമിനേഷന്റെ ഡേ ആണ്. നാളെ എന്തായിരിക്കും വീട്ടിൽ ആരൊക്കെ നോമിനേറ്റഡ് ആവും. ഇതിലിപ്പോ ഓൾറെഡി നമ്മുടെ നൂറ് ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. ബാക്കി ആരൊക്കെ നോമിനേറ്റഡ് ആവും നോക്കാം. സോ താങ്ക് യു ഓൾ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുന്നു, വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.